പല മാന്യന്മാരുടെയും പുറത്തു പറയാൻ കൊള്ളാത്ത പല രഹസ്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് കമ്മീഷണർ മായാപ്പിള്ളയായിരുന്നു സർ. മാസിക തുടങ്ങാൻ പൈസ തന്ന് സഹായിച്ചതും അവരാ. ആദ്യ ലക്കം തന്നെ ഒരു സംസാര വിഷയമാകാൻ എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസ് പറഞ്ഞു തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു പത്രക്കാർക്കും കിട്ടാത്ത ഒരു ഹോട്ട് ന്യൂസ് അവരെനിക്ക് പറഞ്ഞു തന്നു. ഇടയാറൻ ഡാമിലെ എഞ്ചിനീയർ തിരുമുൽപ്പാടിന്റെ കൊലയ്ക്ക് പിന്നിൽ പവർ ഓൺ കമ്പനിയും മൂസ എന്ന രാഷ്ട്രീയക്കാരനുമാണെന്ന്. ഞാനത് ക്രൈംബ്രാഞ്ച് വാരികയുടെ ഒരു കണ്ടുപിടുത്തമായിട്ട് എഴുതി സർ. ഉദ്ഘാടനത്തിന് മുമ്പ് ന്യൂസ് ലീക്ക് ആവരുതല്ലോ എന്ന് കരുതി അച്ചടിച്ച കോപ്പികളെല്ലാം എന്റെ വീട്ടിൽ തന്നെയാണ് സാർ സൂക്ഷിച്ചത്. അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. ഒന്ന് എനിക്ക് ന്യൂസ് തന്ന കമ്മീഷണർ മായാപിള്ളയ്ക്കും, മറ്റൊന്ന് പൊന്നു തമ്പുരാനും. ഐസക്കിന് ഈ ഹോട്ട് ന്യൂസ് എവിടെ നിന്ന് കിട്ടി? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. കമ്മീഷണർ മായാപിള്ളയാണ് എല്ലാ വിവരവും പറഞ്ഞു തന്നത്. നാളെയോ മറ്റന്നാളോ അറസ്റ്റ് നടക്കും തമ്പുരാൻ. അവർക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഏതോ ഒരു വലിയ തിമിങ്ങലും കൂടി കുടുങ്ങാനുണ്ടത്രേ. അതാളാരാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. കോപ്പിയെല്ലാം ഏജന്റുമാർക്ക് അയച്ചു കഴിഞ്ഞോ? ഇല്ല, ഞാൻ തന്നെ നേരിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുക. തൽക്കാലം ഒരു പഴയ പെട്ടിയോട്ടോ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും പണം തന്ന് സഹായിച്ചത് കമ്മീഷണർ സാറാണ്. പോലീസ് ആണെങ്കിലും പൊന്നു മനസ്സാണ് അവർക്ക്. നല്ലവർക്കൊക്കെ ഈ ഭൂമിയിൽ അൽപായസാണ് ചെറിയാനേ. കൊട്ടാരത്തിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രിയിൽ മാസിക കടകളിൽ എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വീടിന് പുറത്തേക്ക് വന്ന ഞാൻ കണ്ടത് മാസിക കയറ്റിയ എന്റെ ഓട്ടോറിക്ഷ നിന്ന് കത്തുന്നതാണ്. ആരാണിത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായില്ല സാർ. പിറ്റേ ദിവസം പ്രതാപവർമ്മ തമ്പുരാൻ എന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എല്ലാ വിവരവും അറിഞ്ഞെന്നും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്നും പറഞ്ഞ് എനിക്ക് കുറേ രൂപ തന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് കളറായി, പ്രസ് ഓഫ്സെറ്റ് ആക്കി, കാറായി, പത്രാസായി. താൻ ചെല്ല്. ഓ, അടൂർ കോവിലകത്തെ ഇളമുറ തമ്പുരാന് മായാപ്പിള്ളയോട് ഇത്രയും അടുപ്പം വരാൻ കാരണം? ശരിയാ.
തമ്പുരാനല്ലേ? തമ്പുരാൻ, ഇതാരാണെന്നറിയില്ലേ? അടൂർ കോവിലകത്തെ ഇരുട്ടും വിശപ്പും പീഡനവും സഹിക്കാനാവാതെ ഭ്രാന്തിന്റെ വക്കത്തെത്തിയ അങ്ങയുടെ കൊച്ചനന്തരവൻ. ഉണ്ണി, ഈ വല്യമ്മവനോട് ക്ഷമിക്കൂ. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തി താലോലിക്കാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള അധികാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആര് ക്ഷണിച്ചു ഇങ്ങോട്ട്? നിനക്കെന്താ അവിടെ കാര്യം? കാര്യമുണ്ട്. പൊന്നു തമ്പുരാനെ നാട് കടത്താൻ ഞങ്ങൾക്ക് ഈ ഇളയ തമ്പുരാനെ ആവശ്യമുണ്ട്. മിസ്റ്റർ പ്രതാപവർമ്മ, യു ആർ അണ്ടർ പോലീസ് കസ്റ്റഡി. എന്തിന്? മായാപ്പിള്ള എന്ന മുൻ പോലീസ് കമ്മീഷണറെ മൃഗീയമായി കൊന്നതിന്. നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇളയിടത്ത് പാലസ് എന്നല്ലേ ഈ കൊട്ടാരത്തിന്റെ പേര്? അതെ. പ്രതാപവർമ്മയുമായി തനിക്കെന്താ ബന്ധം? ഞാൻ പാലസ് സെക്യൂരിറ്റിയുടെ ചീഫാ. അല്ല, തമ്പുരാന്റെ ഈ രാവണക്കോട്ടയിൽ ഒരു എറുമ്പ് പോലും കയറാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ ഇപ്പോഴും സേവിക്കുന്ന നന്ദിയുള്ള നായ അനന്തരാമൻ. തമ്പുരാൻ ഞെട്ടണ്ട. സാക്ഷികൾ ഒന്നും രണ്ടും അല്ല നിങ്ങൾക്കെതിരെ. സാധാരണ നിങ്ങളുടെ നായാട്ടിനും പള്ളിവേട്ടയ്ക്കും തെളിവുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഈ നരനായാട്ടിന് നിങ്ങൾക്ക് പിഴച്ചു. വെറും സാക്ഷികൾ മാത്രമല്ല, ദൃക്സാക്ഷികൾ വരെയുണ്ട്. മുന്നിൽ അങ്ങയുടെ മകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തോളൂ, നാം തടയുന്നില്ല. അറസ്റ്റ് ചെയ്ത്
കാൽ തൊട്ട് വന്നിച്ചിരുന്ന പ്രജകളുടെ കാൽ ചുവട്ടിൽ തന്നെ നീ വന്ന് വീണു. രാജകുമാരൻ ഒന്നോർത്തോളൂ, ഈ നാടിന്റെ യഥാർത്ഥ അധിപർ ജനങ്ങളാണ്. അവരെ അടക്കി ഭരിക്കാൻ അവരാരെയും അവരുടെ തലയ്ക്ക് മുകളിൽ അരിയിട്ട് വാഴിച്ചിട്ടില്ല. ഇനി വാഴിക്കയില്ലടാ. ദേശക്കര നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാമദേവ നയനാർ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു.